ഇങ്ങനൊരു സാധനം. ഇതിൽ എന്തൊക്കെയാണാണോ അതിപ്പോൾ 2 ചവിട്ടിയൊക്കെ കാണുന്നുണ്ട്. ഇത് ഓപ്പൺ ജിമ്മയുള്ളൊരു സാധനമാണ്. ഇത് ഒരു ഓപ്പൺ ജിമ്മയുള്ള സാധനം. എത്രണ്ണായി? 3ാമത്തെ സാധനം കാണിച്ചു ഞാൻ. ഇത് ഓപ്പൺ ജിമ്മിലെ 4ാമത്തെ സാധനം. ഇരുന്നിട്ട് പുള്ളപ്പ് ചെയ്യുന്ന വേണ്ട. ഇത് നടന്ന് കളിക്കണ ഓപ്പൺ ജിമ്മിലെ സാധനമാണ്. അപ്പോൾ ഓപ്പൺ ജിമ്മിലുള്ളത് ആകെ ഉള്ളത് 4 സാധനം കണ്ടില്ലേ? ഓക്കെ, നമ്മളുടെ അതാ ഇതാണ് നെറ്റ് എന്ന് പറയുന്നത്. ഈ നെറ്റിനൊക്കെ ചിലപ്പോൾ സ്വർണം പൂശിയതാണെന്ന് അറിയില്ല. ഇങ്ങനെ നമ്മളെ സുഹൃത്ത് ഇന്ന് രാവിലെ ഇട്ടിരുന്നു. ഈ നെറ്റിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് എന്നിട്ട് ഞാൻ ഇതിമ ഒരു പ്രത്യേകതയും കാണുന്നില്ല. ഇതിമ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളച്ചിട്ടൊരു കുറച്ച് സാധനങ്ങൾ അത് ഇതിൽ കാണുന്നുള്ളൂ. ഫലകാട്ടാ എല്ലാ ഫലകത്തിന്മേലും ഒരുവിധം വർക്ക് ചെയ്തതിൻ്റെ എത്ര പൈസ എന്നൊക്കെ കാണലുണ്ട്. അത് ഈ സാധനത്തിന്മേൽ കാണുന്നില്ല. അത് കുറേ ആൾക്കാരെ പേരുണ്ട്. ചില വർക്കുകളൊക്കെ ഗവൺമെൻറ് വർക്ക് എടുക്കുമ്പോൾ ബസ് സ്റ്റോപ്പ് വരെ ഉണ്ടാക്കുമ്പോൾ അതിന്മേൽ കാണിക്കലുണ്ട് 2 ലക്ഷം 3 ലക്ഷം. ഇവിടെ പത്രത്തിലാണ് കണ്ടത് 1 കോടി 10 ലക്ഷം രൂപ ഇതിന് ചിലവുന്ന. പക്ഷേ ഈ സാധനത്തിന്മേൽ അതൊന്നും കാണില്ല. ഇത് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നൊരു കിണർ. ആ കിണറിനെ ഒന്നും പാടി റൗണ്ടാക്കിയെടുത്തു. റൗണ്ടല്ല, കിണറിനെ ഒന്ന് സ്ലാബൊക്കെ ഇട്ടിട്ട് അത് വെള്ളം സംരക്ഷിക്കുക. അത് നല്ലതാണ്, വെള്ളം സ്രോതസ് വേണമല്ലോ. പക്ഷെ ഇവിടെ ഇതിന് വരുന്നവർക്ക് ഈ കുട്ടികൾക്കൊന്നും ടോയ്ലറ്റ് സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിന് പോയി നോക്കണം എവിടെ ഉള്ളതെന്ന്. ഇനി അടുത്തത് ടോയ്ലറ്റ് സൗകര്യം ഉള്ളിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കട്ട പതിച്ചെന്ന് പറഞ്ഞതാട്ടാ. എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ് കണ്ടമാനം കട്ട പതിച്ചിട്ടുണ്ടെന്ന്. താബൂക്കുമായിരുന്ന കട്ട 2 കളറുണ്ടെന്നുള്ളൂ. ഇത് ചിറ്റോറുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. അതെ, അതാണ് കറങ്ങി അടിച്ചെന്നാണ് പറഞ്ഞത്. 2 കളറ്. ഇതിന് ചിലപ്പോൾ ഇതിന് ലക്ഷങ്ങളായിന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു കട്ടയ്ക്ക് ചുരുങ്ങിയത് ഒരു 1000 ഉറുപ്പ്യ ഉണ്ടാവും അല്ലേ? ലക്ഷങ്ങൾ പറയുമ്പോൾ ഒരു കട്ടയ്ക്ക് മിക്കവാറും ചിലപ്പോൾ ഒരു 1000 ഉറുപ്പ്യ ഉണ്ടാവും. ഈ തിന്നുന്നതിനൊരു കണക്കും അതിലൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? നമ്മളൊരു കാര്യങ്ങൾ പറയുമ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഞാൻ ഇതിനെക്കുറിച്ചൊരു സംവാദം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇങ്ങനെ നമ്മളെ തലയ്ക്ക് കയറാൻ വരും കുറേ ആൾക്കാർ. ന്യായീകരണ ആളുകൾ എന്ന് അതിന് പറയാം. ന്യായീകരണങ്ങൾ അവർക്കും വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടാ. മക്കൾ കറങ്ങണ സാധനം, മക്കൾ കറങ്ങണ സാധനം കണ്ടില്ലേ? പിന്നെ നമ്മൾ ആരാധകരെ കണ്ടോളി. നമ്മൾ ആരാധകനാണിത് കണ്ടില്ലേ? നമ്മളെ സ്വന്തം കുട്ടിയാണ് കേട്ടാ. നമ്മളെ സുബേറിൻ്റെ എൻ്റെ സുഹൃത്തിൻ്റെ മോനാണ്. എവിടുന്ന് കണ്ടാലും നമ്മൾ ഓടി വന്ന് പിടിക്കുന്ന ആളാണ്. ഇവരൊക്കെയാണ് ഈ സാധനത്തിൽ കളിക്കണത്. അപ്പോൾ അങ്ങനെ കറങ്ങണ ഒരു സാധനം ഇതൊന്ന്. പിന്നെ അങ്ങനെ വന്നിട്ട് ഊഞ്ഞാല, 2 ഊഞ്ഞാലകൾ തൂങ്ങിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പേരെന്തെന്നാ പറയുക? ഈ സാധനത്തിൻ്റെ പേരെന്തെന്നാ? ഇത് യന്ത്ര ഊഞ്ഞാല. ഇങ്ങനെ ഒരു ഊഞ്ഞാല. അത് കഴിഞ്ഞിട്ട് കീഴൊരു സാധനം ബാക്കിൽ കൂടെ കോണിമ്പ കൂടെ കയറുക. കീഞ്ഞു പോകണില്ലേ? അതിങ്ങനൊരു സാധനം. പിന്നെ അത് നേരത്തെ കാണിച്ചു ഇങ്ങനൊരു സാധനം. ഇത് കഴിഞ്ഞാൽ അപ്പുറം ഇരിക്കണ ഒരു ചെയർ. ഇതാണ് ചിൽഡ്രൻസ് പാർക്കിലുള്ളത്. ഓക്കെ, ഇതാണ് ശൗചാലയം അല്ലേ? തുറന്നു കൊടുക്കാത്ത, ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞ്, എന്നാലും തുറന്നു കൊടുക്കാത്ത ശൗചാലയത്തിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ വന്നത് ഞാൻ. ഈ ശൗചാലയത്തിന് ചിലപ്പോൾ ഏകദേശം എത്ര ആയി എന്നുള്ള അറിയില്ല. ഇതാണ് ശൗചാലയം കേട്ടാ, തുറന്നു കൊടുക്കാത്ത ശൗചാലയം. ഈ ശൗചാലയത്തിന് എത്ര ലക്ഷങ്ങളായി എന്നുള്ള അറിയില്ല. ഇപ്പോൾ ഇതിൻ്റെ എസ്റ്റിമേറ്റും പ്ലാനും കാര്യങ്ങളും എസ്റ്റിമേറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാലേ നമുക്ക് അറിയുള്ളൂ ഈ ശൗചാലയത്തിന് എത്ര വന്നെന്നുള്ളത്. ഇതാണ് ഇതിൻ്റെ സ്ഥിതി കണ്ടില്ലേ? ഒരു ഗ്രൗണ്ടിൻ്റെ സ്ഥിതിയാണ് ഈ കാണുന്നത്. ഫുട്ബോൾ ഗ്രൗണ്ടിന് 2 ചീമൊക്കെ എന്തെങ്കിലും കുത്തിയിട്ട് മറ്റേ പോസ്റ്റൊക്കെ വെക്കായിരുന്നു ഇതിന്. അതുപോലും ഇല്ല. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ കേരളോത്സവം നടക്കുന്ന സമയമാണ്. അതിനുള്ള ടൈം വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മീറ്റിംഗ് പഞ്ചായത്തിൽ ചേർന്ന് ഇന്നലെ മിഞ്ഞാറ്റൊന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് നോക്കിയപ്പോൾ 1 കോടി 10 ലക്ഷം രൂപയ്ക്ക് ഉദ്ഘാടനം ചെയ്ത ഈ ഗ്രൗണ്ടിൽ നടത്താൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. നടത്താൻ പറ്റാത്തതിന് കാരണം എന്താണ് കണ്ടില്ലേ? മഴ പെയ്താൽ പുറത്തുള്ള വെള്ളം വന്നിട്ട് ഇതിലാണ് നിൽക്കുന്നത്. ഇതിൽ നമുക്ക് നടത്താൻ പറ്റിയൊരു സംഗതി നീന്തൽ മത്സരം മാത്രമാണ്. മെറ്റീരിയൽസിൻ്റെ കഥ പറയുകയാണെങ്കിൽ കേട്ടോ,
ഈ നിൽക്കുന്ന സാധനം ശൗചാലയം എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ സാധനം. ഇതിന് ഇവിടെ ആദ്യം ഒരു സ്റ്റേജ് മാതിരത്തൊരു കരിങ്കല്ല് കൊണ്ട് തറ കൊണ്ട് അടിപൊളിയായി കെട്ടിയ സാധനം ഉണ്ടായിരുന്നു. അത് പൊളിച്ചിട്ട് അതിൻ്റെ കരിങ്കല്ലും കൊണ്ടാണ് ലാസ്റ്റ് കാണുന്നുണ്ടോ, ആ കാണുന്ന സൈഡ് കെട്ടിയത് അതിൻ്റെ കരിങ്കല്ലും കൊണ്ടാണ്. ഓക്കെ, നമ്മളെ കാക്കക്ക് നല്ല ഇഷ്ടപ്പെട്ടുന്നുണ്ട്. നമ്മളെ ഗ്രൗണ്ട് കണ്ട ആരും കാണണ്ട, കാക്ക കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ കെട്ടിയിട്ടുള്ളതാ കുറച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഈ തോടിൻ്റെ സൈഡ് ഇത് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ എത്ര ലക്ഷം വരുമെന്ന പടച്ചാൻ കാത്ത പാടാം. ഇവിടെ പുതുതായിട്ട് സത്യത്തിൽ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുള്ളതാ കുറേ പൈപ്പുകൾ. ഈ പൈപ്പുമ്മൽ വിലങ്ങനെയും സാധനം അടിച്ച് ഇതിന്മേൽ നെറ്റ് കിട്ടുന്ന പറഞ്ഞു. ഈ നെറ്റിൻ്റെ സംഗതിയാണെന്നാണ് രാവിലെ നമ്മളെ സുഹൃത്ത് പറഞ്ഞത്. ഭയങ്കര നെറ്റാണ്. എന്ത് ഭയങ്കര നെറ്റാണോ, നെറ്റ് കാണാത്തവരൊന്നല്ല നമ്മളാരും. ഒട്ടനവധി സ്ഥലങ്ങളിൽ കുറേ പാർക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഇതിന് നെറ്റ് ഇടുമല്ലോ, അതുകൊണ്ടും കോർത്ത നെറ്റ്. അതിൻ്റെ ചിത്രം ഇട്ടിട്ടായിരുന്നു സുഹൃത്ത് പറഞ്ഞിരുന്നത്. ഇതിന് ഒരു പ്രത്യേകത ഉണ്ട്, ചോദിച്ചാൽ പറഞ്ഞുതരാമെന്ന്. അപ്പോൾ ഈ വീഡിയോൻ്റെ അടിയിലൊന്നും അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഹോസ്റ്റലില്ലാത്ത ഗ്രൗണ്ടിൽ മൂപ്പര് ഇറങ്ങി, നായയും ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളെ സുഹൃത്ത് യൂസഫ് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇവർ കാണിച്ചിരിക്കുന്ന ഈ ബിൽഡിങ്ങൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് മുലയൂട്ടൽ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് പണ്ട് ഉണ്ടാക്കിയ ഒരു ബിൽഡിങ്ങാണിത്. വനിതാ സൗഹൃദ കംഫർട്ട് സ്റ്റേഷൻ. ഇത് നമ്മളെ ആരെന്ന് പറഞ്ഞാൽ നമ്മുടെ ബഡ്സ് സ്കൂളിലെ മക്കൾക്ക് വരുമാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവരുടെ രക്ഷിതാക്കൾക്ക് സോപ്പ് പൊടിയും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാക്കാൻ അവർ ഇതായിരുന്നു. അവർ ഉപയോഗിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. വനിതാ സൗഹൃദ കംഫർട്ട് സ്റ്റേഷൻ അല്ലേ അത്. അതായത് അനിത കിഷോർ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോൾ അവർ കൊടുത്ത ഫണ്ട് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത് ഇതിൽ ഉൾപ്പെടില്ല. പകൽ വീടാട്ടോ, പകൽ വീട്. ഇതൊക്കെ ഇതിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങുകളാണ്. ഈ സാധനം ഇതാ പകൽ വീട്. ഇതിന് ഒക്കെ ഫ്രണ്ടിലൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച്, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ചിൽഡ്രൻസ് പാർക്കിനെ കുറിച്ച് ഒന്നുകൂടെ പറയാണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇതാണ് ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഈ ബിൽഡിങ് കാലങ്ങൾക്ക് മുമ്പേ ഇവിടെ ബസ് സ്റ്റോപ്പായിട്ട് വന്ന ബിൽഡിങ്ങാണിത്. ഇതിലിപ്പോൾ പ്രത്യേകിച്ച് വന്ന കുറച്ച് പെയിൻ്റ് അടിച്ചിരിക്കണം, ഒന്ന് തെളി വരിച്ചെന്നതിന് പറയാം. പിന്നെ ഒരു ചുറ്റുമതിൽ കെട്ടിയിട്ടാണ്. അത് നല്ല കാര്യം തന്നെയാണ്. കുട്ടികൾ ഇവർക്ക് വരുമ്പോൾ അങ്ങനെ ഇതാകാൻ പാടില്ലല്ലോ, പുറത്ത് പോകാൻ പാടില്ല. കുറച്ച് എവിടുന്നോ പൊറുക്കി കൊടുന്ന കുറച്ച് ടൈലിട്ടിട്ടുണ്ട് അല്ലേ. ഇതാണ് ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയുന്നത്. ഇതിനൊക്കെ എത്ര ലക്ഷങ്ങളാണ് ചിലവ് വന്നിട്ടുണ്ടാകുക. ഇത് കാണുന്നവർക്ക് തന്നെ മനസ്സിലാകുന്ന കുട്ടികൾക്ക് എന്താ ചിൽഡ്രൻസ് പാർക്കിലുള്ളത് 1, 2, 3, 4 സംഗതികളും പിന്നെ ഇരിക്കുന്ന 2 ചെയറുകളും. ഈ സംഗതിയാണ് ചിൽഡ്രൻസ് പാർക്കിലുള്ളത്. ആള് കയറട്ടെ. അതാ വേറൊന്നുള്ളത്, ഈ മരത്തിൻ്റെ ഒക്കെ കഥകൾ പറഞ്ഞിരുന്നു കേട്ടോ. നമ്മൾ മരം എന്ത് ചെയ്തു എന്നുള്ളത്. ഈ പകൽ വീട് നിൽക്കുന്നിടത്ത് തന്നെ ഉണ്ടായിരുന്നു 2 വലിയ മരങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മരത്തിൻ്റെ പകുതിൻ്റെ പലകെ അവിടെ കാണുന്നുണ്ടാവുള്ളൂ. ഇപ്പോൾ പഞ്ചായത്തിൽ കൂട്ടിയിട്ടെന്ന് പറഞ്ഞു, നമ്മളൊരു മുൻ മെമ്പർ പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിൽ കൂട്ടിയിട്ടെന്ന്. അത് ചിലപ്പോൾ ഒരു മരത്തിൻ്റെ ഒരു 1/4 ഭാഗം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ കാണിച്ചു ചിൽഡ്രൻസ് പാർക്ക് ഇട്ടാൽ ഇതിനൊരു സൈഡിൽ ചുറ്റുമതിൽ ഇട്ടിട്ടുണ്ട്. ആ സംഗതി ആ കാണുന്ന ബിൽഡിങ് ഇപ്പോൾ പഴയ ബസ് സ്റ്റോപ്പാണ് ഇവിടുത്തെ. അതിനൊന്ന് തെളി വലിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനെ ന്യായീകരിക്കുന്നവരെ ചിലപ്പോൾ വർത്തമാനം കെട്ടായിരിക്കും. ഈ നെറ്റൊക്കെ, ഈ കാണുന്ന നെറ്റൊക്കെ സ്വർണം പൂശിയ നെറ്റ്. ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും, ഗോൾ പോസ്റ്റ് ഇല്ലാത്ത ഫുട്ബോൾ ഗ്രൗണ്ട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഈ ഉണ്ടാക്കുന്നത്.